ഹലോ, ഇന്നത്തെ വീഡിയോയിൽ വണ്ടീൻ്റെ ചെയിൻ ലൂബ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ ചെയിൻ ലൂബ് ചെയ്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, വണ്ടി നമ്മൾ സൂപ്പർ ബൈക്ക് ആയതുകൊണ്ട് വീക്കെൻഡ്സ്, സൺഡേ അങ്ങനത്തെ ഒരു സമയത്ത് സാറ്റർഡേ സൺഡേ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. ആഗ്രഹങ്ങൾ കൊണ്ട് വാങ്ങുന്ന വണ്ടി ആയതുകൊണ്ട് എന്താണെങ്കിൽ നമ്മൾ ഫ്രീ ടൈംസ് മാത്രമേ ഇത് ഉപയോഗിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ നിർത്തിയിടുമ്പോൾ കറക്റ്റ് ചെയിൻ ലൂബ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് റസ്റ്റ് കയറി ഈ ചെയിനൊക്കെ. അപ്പോൾ ആ റെസ്റ്റും പിന്നെ അതേപോലെ അതിലുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയിനിൽ എങ്ങനെ ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ലൂബ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ചെയിന് മൊത്തം റെസ്റ്റ് സൈഡിലെട്ടാ, സൈഡിലാണ് ഇപ്പോൾ കയറിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം റൈഡ് പോയി വന്നതിൻ്റെ ശേഷം ഞാൻ വണ്ടി ഫുള്ളി സർവീസ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടതാണ്. പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ സർവീസ് ചെയ്ത് വന്നതിൻ്റെ ശേഷം ഞാൻ ഒന്ന് ചെയിന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് ലൂബ് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ലൂബും ക്ലീനിങ്ങും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ട ഈ സൈഡൊക്കെ റെസ്റ്റ് കയറി കിടക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താലോ. ഈ ചെയിൻ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ചെയിൻ ക്ലീനർ കിട്ടും. ചെയിൻ ക്ലീനർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഡീസൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്താലും മതി. പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൈ ഈ ചെയിനിൽ കുടുങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം. കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലീനിങ് ചെയ്യാൻ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ചെയിൻ ക്ലീൻ ചെയ്യാം കേട്ടോ. അതല്ലാണ്ട് നമ്മൾ കൈയായിട്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും തുണി കൊണ്ട് ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെയിനിൻ്റെ ഉള്ളിലേക്ക് വിരൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുടുങ്ങാനുള്ള പ്രവൃത്തിയൊക്കെ ഒഴിവാക്കുക. ഫസ്റ്റ് നമുക്ക് കേട്ടോ ചെയിൻ ക്ലീനർ ഇത് എനിക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടി. കുറഞ്ഞ റേറ്റിലായതുകൊണ്ട് ഇതിൻ്റെ MRP 360 ഉണ്ടെങ്കിലും കുറഞ്ഞ റേറ്റിലാണ് കിട്ടിയത്. അതുകൊണ്ട് എത്ര 200 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈ ഉള്ളിൽ കുടുങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് ഓടിക്കണ പൂജ അങ്ങോട്ട് പോയി കിട്ടും. എന്തായാലും നമ്മൾ ചെയിൻ ക്ലീനർ അടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ചെയിൻ ക്ലീനർ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കിതിൽ ഇങ്ങനെ തന്നെ വയ്ക്കുക. എന്താണെങ്കിലും ആ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇളകി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏകദേശം ഒന്ന് ഈ ചെയിനിൽ ആ ക്ലീനർ പിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് ആ റസ്റ്റും കാര്യങ്ങളും ചളി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ടാണ് ലൂബ് ഞാൻ അടിച്ചത്. അന്ന് ലൂബ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതടിച്ച് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയിനിൽ വലിയ ചളിയില്ല. മീൻസ് എന്താ പറയുക, നമ്മൾ റൈഡ് പോയി വന്നു കഴിഞ്ഞാൽ ഒരു ചളി ഉണ്ടാവില്ല ചെയിനിൽ.
അതില്ല. ഇപ്പോൾ റെസ്റ്റ് കയറിയതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ചെയിനിലുള്ളത്. അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ടൊന്ന് ലൂബ് ചെയ്യാം. ഏത് വണ്ടി ആയാലും ചെയിൻ ഡ്രൈവ് ആണെങ്കിൽ മാക്സിമം ചെയിന് വൃത്തിയാക്കി കൊണ്ട് നടക്കാം. അതാകുമ്പോൾ എന്താണെങ്കിൽ കൂടുതൽ ലൈഫ് കിട്ടും. പിന്നെ വണ്ടി നോയ്സ് കാര്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ലൂബടിച്ച് കൊണ്ടുപോവുക. പിന്നെ ചെയിൻ ലൂസ് ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യുക. അതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്താണെങ്കിൽ ഇത് ഈ ചെയിന് 4 ഭാഗമാണല്ലോ. അപ്പം 4 ഭാഗം ഇതിപ്പോൾ 3 സൈഡാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ കയറ്റിയിട്ട് ചെയിന് ക്ലീൻ ചെയ്യാം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഇതാകുമ്പോൾ ഈ 4 ഭാഗത്തും ചെയിന് ക്ലീൻ ആവും. ഫുള്ളും നമ്മൾ ചെയിൻ ക്ലീനർ അടിച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ്ട. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് പിന്നെയും ചെയിൻ ക്ലീനർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളം അടിച്ചിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളം ഫുള്ള് ഡ്രൈ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ലൂബ് അടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ലൂബ് അടിക്കുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെയും ആ ചെയിനിൽ റെസ്റ്റ് വരും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ വേറെ ഒരു കാര്യം, ഇത് ഇവിടെ മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഒരു നമ്മളെന്താ പറയുക ടീത്ത് വരുന്നുണ്ട് ചെയിൻ സ്പോക്കറ്റിൻ്റെ, അത് ക്ലീൻ ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് അയക്കാൻ കഴിയില്ല. ഇത് പിന്നെ ഈ ഗിയറിൻ്റെ റാഡ് ഇതോ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് അയച്ച് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ എന്തായാലും വണ്ടി സർവീസിന് ഓരോരോ സർവീസുണ്ട്. ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, അങ്ങനെ അത് കൊണ്ടുപോകുമ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ട് പറയേണ്ടത് എന്താണെങ്കിൽ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതും കൂടി അയച്ചിട്ട് ഉള്ളിൽ തട്ടിയിട്ടും ക്ലീൻ ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതുകൊണ്ട് അയക്കാൻ പ്രശ്നമൊന്നുമില്ല കുറച്ച് കാര്യം, പക്ഷേ അത് കുറച്ച് മെനക്കേടാണ്. പിന്നെ ഈ വണ്ടിയൊക്കെ കുറച്ച് എന്താ പറയുക സൂപ്പർ ബൈക്സ് ആയതുകൊണ്ട് നമ്മൾ അയച്ച് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ തന്നെ അയച്ച് ഈ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് അയച്ച് ക്ലീൻ ചെയ്യാൻ പറയാം. പിന്നെ നോർമലി നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതിട്ടാ. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വേണ്ട ചെയിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തിയായിട്ടുണ്ട്. ചെറിയൊരു ഇത് ചെയിനിൽ കണ്ടോ, ചെറിയ ഓരോരോ സ്ഥലത്ത് ചെറിയൊരു ബ്ലാക്ക് മാർക്ക്, അത് നമ്മൾ ഡസ്റ്റ് കയറിയതാണ്. ഇപ്പോൾ ഈ ചെയിനിൽ കണ്ടോ നമ്മൾ അത്രയും വൃത്തിയുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം വെള്ളം ഫുള്ളും ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് തുടച്ചോ അല്ലെങ്കിൽ ഡ്രൈ ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ലൂബ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലൂബ് പിന്നെ അതിൻ്റെ ഒപ്പം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ ചെയിന് പിന്നെ റെസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ക്ലിയറായിട്ട് വൃത്തിയിൽ ക്ലീന് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ലൂബ് അപ്ലൈ ചെയ്യാം.
ഇപ്പോൾ നമ്മൾ ഈ ചെയിൻ ലൂബ് അടിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം പിന്നെ അത് വെള്ളമൊക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൂബ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടീൻ്റെ ചെയിൻ ലൂബ് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഓരോരോ ചെയിൻ ലൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരു 500 കിലോമീറ്റർ 600 കിലോമീറ്റർ കൂടുന്തോറും നമുക്ക് ചെയിൻ ലൂബ് ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ക്ലിയറായിട്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ചെയിനിൻ്റെ നോയ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നെ ചെയിൻ ലൂസാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ 500 600 കിലോമീറ്റർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലോങ് റൈഡ് പോയി വരിക ഒരു 400 ഒറ്റയടിക്ക് ഒരു 400 500 കിലോമീറ്ററൊക്കെ പോയി വരികയാണെങ്കിൽ ഒരു 300 400 കിലോമീറ്റർ പോയി വരികയാണെങ്കിലും നല്ലോണം ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വണ്ടി സർവീസ് ചെയ്തിട്ട് ചെയിനൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അടുത്ത റൈഡാകുമ്പോൾ സുഖമായിട്ട് എടുത്ത് പോവുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വണ്ടീൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ചെയിൻ ലൂബിങ്. ചെയിൻ ലൂബ് ചെയ്തിട്ട് ക്ലിയറായിട്ട് കൊണ്ട് നടക്കുമ്പോൾ തന്നെ വണ്ടീൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ നോയ്സോ കാര്യങ്ങളോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പെർഫെക്റ്റായിട്ട് മീൻസ് എന്താ പറയുക ഒരു സ്മൂത്ത്നെസ്സൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ ബൈ.